ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ ആണ്. നല്ല ടേസ്റ്റിയായ പെപ്പർ ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ പെപ്പർ ചിക്കൻ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്കിനി അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. കറുവാപ്പട്ട ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 3-4 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2 വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. ഈ സവോള അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 4 വെളുത്തുള്ളി അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒന്ന് പച്ചച്ചുവ മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇറച്ചി മസാലപ്പൊടിയാണ് ഞാനിത് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കുരുമുളക്. ഇത് എരിവിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ക്രഷ് ചെയ്ത കുരുമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിയായിട്ടുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആ ഇറച്ചി മസാല പൊടിയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ മസാലയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് വഴറ്റി കൊടുക്കാനേ, അല്ല എങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ചിക്കനില് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആകുന്ന വിധത്തില് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ആ ഇറച്ചിയിൽ ആ മസാലകളെല്ലാം നന്നായിട്ട് മിക്സായി വരണം. ഒരു 5 മിനിറ്റോളം നമുക്കിതുപോലെ വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ. ആ മസാലയെല്ലാം ഒന്ന് ചിക്കനിൽ നന്നായിട്ട് പുരളാൻ വേണ്ടി മാത്രമുള്ള വെള്ളമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. ഈ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത്
ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ ചിക്കനിൽ നിന്ന് നമുക്കിനി ബാക്കി വെള്ളം കൂടെ ഇറങ്ങും. ഇത്രയും വെള്ളം കൂടെ ചേർത്താൽ മാത്രം മതി. ഇത് കൂടുതൽ വെള്ളമാകരുത്. നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെയാണ് ഈ ചിക്കൻ എടുക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കരുത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് വേണം നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ പകുതി വേവേ ആയിട്ടുള്ളൂ. നമുക്ക് കുറച്ചു നേരം കൂടെ ഇത് അടച്ചു വെച്ചു വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 25 മിനിറ്റായി. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ സവോള വഴറ്റാൻ നേരത്ത് ഉപ്പ് ചേർത്തതേ ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളമയമൊക്കെ ഉണ്ട് ഈ ചിക്കനിൽ. ഇച്ചിരൂടെ ഒന്ന് ഡ്രൈ ആകണം. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 10 ചെറിയ ഉള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് കൂടുതൽ വേവുകയും ചെയ്യരുത്. നമുക്ക് ഈ മസാലയിൽ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഈ നമ്മൾ ഈ പെപ്പർ ചിക്കനിലെ കടിക്കാനായിട്ട് കിട്ടണം. അതുപോലെ ആയിരിക്കണം. ഒരുപാട് വെന്തു പോകരുത്. നമ്മൾ ഈ ലാസ്റ്റാണ് ഈ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് ഫുള്ളും വേണ്ട, കുറച്ചൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതൊരു 2 മിനിറ്റ് അടച്ചു വെക്കണം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കണം. നല്ല ടേസ്റ്റിയായ പെപ്പർ ചിക്കൻ റെഡിയായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്